നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മീനമാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, കുജൻ, ശുക്രൻ, മീനത്തിൽ രവി, ബുധൻ, രാഹു എന്നിവയും സ്ഥിതി ചെയ്യുന്നു. മാർച്ച് 26-ന് ബുധൻ മേടം രാശിയിലേക്കും പിന്നീട് വക്രഗതിയിൽ സഞ്ചരിക്കുകയും ബുധൻ വീണ്ടും മീനം രാശിയിലേക്കും ഏപ്രിൽ 9-ന് സംക്രമിക്കപ്പെടുന്നു. ശുക്രനാകട്ടെ മാർച്ച് 31-ന് മീനത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ശുക്രൻ ഉച്ചത്തിലാവുകയാണ്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ധനപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും നല്ല ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാനാകും. ഇനി ഏതെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാലും അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനാകും. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും വികസന പ്രവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. സന്താനങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അപമാനിതരാകാനും അപകീർത്തി ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു ആശുപത്രി വാസവും ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്തിനായി ശിവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ദേവിക്ക് കുങ്കുമാർച്ചനയും സമർപ്പിക്കുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. ശമ്പള കുടിശ്ശിക ലഭിക്കാനും സ്ഥാനമാനങ്ങളും ഉന്നത പദവി എന്നിവ ലഭിക്കാൻ ഇടയുണ്ട്. കടം കൊടുത്ത ധനം ലഭിക്കാനിടയുണ്ട്. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനും വീട്, വസ്തു എന്നിവ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പൂർവിക സ്വത്ത് സ്വന്തം പേരിലാകാനും അവ കൊണ്ട് പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ദൂരദേശ യാത്രകളും അതുപോലെ തന്നെ യാത്രകളിൽ അലച്ചിലുകളും ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപമാനിതരാകാനും മനപ്രയാസങ്ങൾക്കും വഴിയൊരുങ്ങും. സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുന്ന ഒരു സമയക്കാലമാണ്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ത്വക്ക് രോഗങ്ങളും അലർജി പോലുള്ള രോഗങ്ങളും വന്നുപെടാനിടയുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ദൈവാധീനത്തിനായി ഗണപതിക്ക് കറുകമാല, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക്, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂർ. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ അത്ര അനുകൂല മാസക്കാലമല്ല. എന്നാൽ ധനപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായവ തന്നെ തീരുമാനമാകുന്നതാണ്. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായോ ജീവിത പങ്കാളിയുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ കഴിയുന്നതും ക്ഷമാശീലം പ്രാവർത്തികമാക്കുക. ബിസിനസ്സിൽ നിന്നും വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയില്ല. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്.
പലവിധ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രാർത്ഥനകൾ ഒഴിവാക്കരുത്. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനത്തിനായി ഗണപതി ഹോമം, ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ കർമ്മരംഗത്ത് ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും. എന്നാൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും. ശമ്പള കുടിശ്ശിക ലഭിക്കാനും പലവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാന മാർഗങ്ങളും ഉണ്ടാകുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ചില കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ എന്ന മനപ്രയാസവും ഉണ്ടായേക്കാം. അന്യരെ കൂടുതൽ അടുപ്പിക്കാതെ ഇരിക്കുക. അപവാദങ്ങൾക്ക് ഇടയാകാനും മതി. കടങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഗണപതിക്ക് നാളികേരമുടച്ചും ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിച്ചും ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പലവിധ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശമ്പള കുടിശ്ശിക ലഭിക്കാനും തൊഴിലിൽ ഉയർച്ച, ഉന്നത പദവി എന്നിവ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനും ജോലി ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയും മനസ്സന്തോഷം അനുഭവപ്പെടും. സുഹൃത്തുക്കൾ മൂലം സഹായങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. അസ്വാരസ്യങ്ങൾ മൂലം അകന്നു കഴിയുവാനും സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുമായും യോജിച്ചു പോകാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും. സർക്കാർ ഇടപാടുകളിൽ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കണം. വാഹനം, വീട്, വസ്തു എന്നിവയുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്തു വെക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ്. ഇൻഷുറൻസ്, ടാക്സ് എന്നിവ കൃത്യമായി രേഖകൾ സൂക്ഷിച്ചു വെക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമയും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മാതാപിതാക്കളുടെയും പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ഉറ്റവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും കാണുന്നുണ്ട്. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാം. മഹാദേവന് ധാര, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമായ കാലഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത്. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും തന്മൂലം മാനസിക പ്രയാസങ്ങളും വന്നുപെട്ടേക്കാം. ദമ്പതി സൗഖ്യം കുറയാം. പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. കർമ്മരംഗത്ത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. സന്താനങ്ങൾക്കായി ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി ഞെരുക്കങ്ങളും ഉണ്ടാകാം. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ എന്ന വ്യസനവും ഉണ്ടാവും. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. വിദ്യാർത്ഥികളും പഠനത്തിൽ അത്ര മികവ് പ്രകടിപ്പിക്കണമെന്നില്ല. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ മൂലം അപമാനിതരാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹായവും ലഭിക്കാനിടയില്ല. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ഉദരസംബന്ധമായ ക്ലേശങ്ങളും നയനരോഗങ്ങളും അലർജിക് പ്രോബ്ലംസും സ്കിൻ ഡിസീസസ് എന്നിവ അലട്ടാനിടയുണ്ട്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. നല്ലൊരു സമയത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന ബോധം ഉണ്ടാവുക.
ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രാർത്ഥനകളും യോഗ പോലുള്ളവ അത്യാവശ്യമാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഗണപതി ഹോമം, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ദേവിക്ക് ഉടയാട, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുകയും നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ നടന്നു കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുമായി നല്ല സഹകരണം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരാനും അവ മാക്സിമം പ്രയോജനപ്പെടുത്തിയെടുക്കേണ്ടതുമാണ്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളുമായും ചില അകൽച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലി മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കാം. ശത്രുക്കളുമായി തർക്കിക്കാനുള്ള ഇട നൽകാതിരിക്കുക. ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നതാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രി വാസവും കാണുന്നുണ്ട്. ദൈവാധീനത്തിനായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് കുങ്കുമാർച്ചന, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, നിത്യവും കൃത്യനിഷ്ഠയോടെ ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടതുമാണ്. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെ കാണാനാകുന്നതാണ്. സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിനായും പ്രാരംഭ നടപടികൾ തുടരുന്നതാണ്. മാതാപിതാക്കളുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് തനിക്ക് അനുയോജ്യമായ വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിരിക്കണം എന്നില്ല. താൻ ആഗ്രഹിക്കുന്ന സമയത്ത് പണം സ്വരൂപിക്കാൻ ബുദ്ധിമുട്ടും. കടങ്ങൾ അധികരിക്കാൻ ഇടയുണ്ട്. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. എന്നാൽ യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വന്തമായി വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ചില അപകടങ്ങൾ ഉറപ്പായും ഉണ്ടാകാൻ ഇടയുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തരാകണം. പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിച്ച് അഭിപ്രായങ്ങൾ തേടുന്നവർ ആണെങ്കിൽ അബദ്ധത്തിൽ ചെന്നുപെടും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. സന്താനങ്ങൾ കാരണവും മനപ്രയാസങ്ങൾ ഉണ്ടാകാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. പുതിയ ധനസ്രോതസ്സുകൾ വന്നു ചേരാനും ഇടയുണ്ട്. ധനപരമായി നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനാകും. അസ്വാരസ്യങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളുമായും അകന്നു നിന്നിരുന്നവർ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ച് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ഇടയുണ്ട്. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും യോഗം കാണുന്നുണ്ട്. കഴിയുന്നതും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തുള്ളവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനും വീട്, വസ്തു, വാഹനം എന്നിവ വന്നു ചേരുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആവിഷ്കരിച്ച് എടുക്കും. അച്ഛനമ്മമാരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ഇടയുണ്ട്. ആരോഗ്യം മെച്ചപ്പെടും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ദേവിക്ക് ഉടയാട എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മകരക്കൂർ ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. ധനപരമായ ഉയർച്ച അനുഭവപ്പെടുന്നതാണ്.
ശമ്പള കുടിശ്ശിക ലഭിക്കാനും ഇടയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. പൂർവിക സ്വത്ത് ലഭിക്കാനിടയുണ്ട്. അവ കൊണ്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനും വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കും. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. മാതാപിതാക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. ബന്ധുക്കളിൽ നിന്ന് അകന്നു നിന്നിരുന്നവരുമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയും അവരുമായി യോജിച്ച് മുന്നോട്ടു പോകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അലർജിക് പ്രോബ്ലംസ്, സ്കിൻ ഡിസീസസ് എന്നിവ അലട്ടാനിടയുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, മഹാവിഷ്ണുവിന് സഹസ്രനാമാർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ കർമ്മരംഗത്ത് പലവിധ മാനസിക പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് അശ്രദ്ധയാൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അധിക ധനച്ചിലവുകൾ ഉണ്ടാകാനും വരവുകൾ കുറയാനും ഇടയുണ്ട്. സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കണം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അച്ഛനമ്മമാരുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കാം. പല പ്രകാരത്തിലുള്ള ചതിവുകളും വഞ്ചനയിൽപ്പെടാനും സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഹനുമൽ സ്വാമിക്ക് കുങ്കുമാഭിഷേകം, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ സുഹൃത്തുക്കൾ മൂലം ചില സഹായങ്ങൾ ലഭിക്കുന്നതാണ്. വാഹന സംബന്ധമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ കർമ്മരംഗത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. പലവിധ തടസ്സങ്ങളും വന്നുപെട്ടേക്കാം. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. എന്നാൽ കുടുംബ സ്വസ്ഥതയും സമാധാനവും കുറയാനിടയുണ്ട്. മാതാപിതാക്കളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സാമ്പത്തിക പ്രതിസന്ധികളും വന്നുപെട്ടേക്കാം. ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനുള്ള മനോബലം ഉണ്ടാക്കിയെടുക്കുകയും പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിച്ച് ദൈവാധീനത്താൽ അവയെ അതിജീവിച്ചു കൊണ്ടുപോവുക. സന്താനങ്ങൾ മൂലം ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മന്ദഗതി അനുഭവപ്പെടാം. വാക്കുകൾ അസ്ഥാനത്താകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. തീർത്ഥാടനങ്ങളും ആകാം. യാത്രയിൽ അലച്ചിലുകളും വന്നുപെടാം. ശത്രുശല്യം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ശരീരത്തിന് ക്ഷീണം, നേത്രസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, ശാസ്താവിന് നീരാജനം, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ മീനമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഗോചര ഫലങ്ങൾക്ക് പുറമേ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും മനസ്സിലാക്കി യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഗ്രഹനിലകൾ പരിശോധിക്കുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ്. അതിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെയധികം തിരക്കുകൾ ഉള്ളതിനാൽ കോളുകൾ എടുക്കുവാൻ അസൗകര്യമുണ്ട്. അതിനാൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. മറ്റു മെസ്സേജുകൾ കഴിയുന്നതും അയക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.